കൂട്ടായ്മ രൂപം കൊണ്ട് കുറച്ച് കാലങ്ങളായിട്ട് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുകയാണ്. രാവിലെ മുതൽ സിനിമ പ്രദർശനം നമ്മൾ വിചാരിച്ചേക്കാൾ കൂടുതലുള്ള ജനപങ്കാളിത്തം കൊണ്ട് സമ്പന്നമായിരുന്നു. അതിനുള്ള സന്തോഷം ഉള്ളിലുണ്ട്. ഇത് ഒരുപാട് ആളുകളുടെ കൂട്ടായ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമാണ്. സമയം കുറച്ച് ഷോർട്ടാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഒപ്പം തന്നെ പ്രിയനന്ദനൻ എന്ന വ്യക്തി 25 വർഷത്തെ ചലച്ചിത്ര സഞ്ചാരം നമുക്കെല്ലാവർക്കും അറിയാം. അത് സഹനത്തിൻ്റെ ഒരു നീണ്ട പാതയാണ്, എളുപ്പമല്ല. സിനിമകൾ ചെയ്യുന്നു എന്നതുപോലെ തന്നെ ഏതുതരം സിനിമകൾ ചെയ്യുന്നു എന്നുള്ളതും വളരെ പ്രസക്തമാണ്. യാതൊരു കോംപ്രമൈസും ഇല്ലാതെ നമ്മളിന്ന് അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ എന്ന രീതിയിൽ, ഒരു സമൂഹം എന്ന രീതിയിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രതിലോമ ശക്തികൾക്കെതിരെ നിരന്തരമായി ഒരു സമര ഭാഷയിൽ തന്നെ സംസാരിക്കുന്ന സിനിമകളാണ് പ്രിയൻ്റേത്. വ്യക്തി എന്ന രീതിയിൽ നമ്മൾ ആഘോഷിക്കുകയല്ല ചെയ്യുന്നത്. പ്രിയൻ്റെ വ്യക്തി സിനിമാ ജീവിതത്തിൻ്റെ 25 വർഷങ്ങൾ നമ്മൾ ആഘോഷിക്കുകയല്ല, സമരസപ്പെടുകയാണ് ചെയ്യേണ്ടത്. സാംസ്കാരിക പ്രവർത്തകർ എന്ന രീതിയിൽ വലിയൊരു ദൗത്യമുണ്ട്. ഒരു കലാകാരൻ്റെ ആവിഷ്കാര മാധ്യമം, അത് സിനിമയാവട്ടെ, സാഹിത്യമാകട്ടെ, നൃത്തമാകട്ടെ, അത്തരം സംഗതികളിൽ കൂടിയാണ് അവരുടെ സമൂഹത്തിനുള്ള പ്രതിബദ്ധത തെളിയിക്കുന്നത്. നമ്മുടെയൊക്കെ ഉത്തരവാദിത്തം അത്തരം വേദികൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഒല്ലൂരിലെ ഈ തുടക്കം മറ്റ് ദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കണം. 25-ാം വർഷം എല്ലാ ദേശങ്ങളിലും വ്യാപിപ്പിക്കണം. സിനിമ ഒരു പ്രതിരോധത്തിൻ്റെ കലയാണ്. പ്രിയൻ പ്രതിരോധമാണ്. ഇവിടെ സ്വാഗതം പറയാൻ വേണ്ടി ഒന്നും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്നിവിടെ അധ്യക്ഷത വഹിക്കുന്നത് പോളി ജോസ്, ഡിവിഷൻ കൗൺസിലറാണ്. 2 വാക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയണം. ഒല്ലൂര് സാംസ്കാരിക പ്രവർത്തനത്തിനുള്ള ഒരു വിമുഖതയുള്ളൊരു പ്രദേശമാണ്. നമുക്ക് മഹത്തായിട്ടൊരു പാരമ്പര്യമുണ്ട്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന കൃതി. ഒപ്പം തന്നെ സിനിമയിൽ തന്നെ ചരിത്ര പ്രാധാന്യമുള്ള കാട്ടുകാരൻ വാറുണ്ണി എന്ന് പറയുന്ന ഒരു സിനിമാ പ്രവർത്തകൻ്റെ മുദ്ര പതിഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പം അത്തരമൊരു പാരമ്പര്യം ഉണ്ടെങ്കിൽ തന്നെ എവിടെയോ വെച്ച് നമ്മളതിൻ്റെ ഒരു സാംസ്കാരികമായ പൈതൃകം നമുക്ക് കൈമോശം വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഡിവിഷൻ കൗൺസിലർ എന്ന രീതിയിൽ ഇത്തരമൊരു ആശയം പറഞ്ഞപ്പോൾ അദ്ദേഹം ഇതിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും അദ്ദേഹം ഏറ്റെടുക്കുക എന്ന് പറയുന്ന ഒരു ദൗത്യമുണ്ട്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം അധ്യക്ഷനായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പ്രേംലാലാണ്. നമുക്കറിയാം, ആത്മകഥ പോലെയുള്ള സിനിമകൾ അദ്ദേഹത്തിൻ്റെ അതായ ചലച്ചിത്ര സബരിയുടെ ഭാഗമായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. ആത്മകഥയുണ്ട്, ഔട്ട്സൈഡറുണ്ട്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ശശിയേട്ടനാണ്. കൂടുതൽ പറഞ്ഞ് പോരടിപ്പിക്കുന്നില്ല. അദ്ദേഹം ജ്യേഷ്ഠ സഹോദരനാണ്. എല്ലാ കാലത്തും ഇതിൻ്റെ ഒരു പ്രചോദിത കേന്ദ്രമായി നിൽക്കുന്ന വ്യക്തിത്വമാണ്. ശശിയേട്ടനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വം, മലയാളത്തിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, പ്രേമ സിനിമകൾ പറഞ്ഞ പോലെ തന്നെ നീതിയുടെ പക്ഷത്ത്, മാനവികയുടെ പക്ഷത്ത് നിരന്തരമായി പ്രതിരോധത്തിൻ്റെ കവിതകൾ തീർക്കുന്ന ബഹുമാനപ്പെട്ട മലയാളത്തിൻ്റെ പ്രിയ കവി കുരിപ്പുഴ ശ്രീകുമാർ സാറിനെയും ഈ അവസരത്തിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ സ്വാഗതം പറയുന്ന സുജാതേച്ചി, ഒപ്പം കൂടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പേരെടുത്ത് പറയേണ്ട ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. സമയത്തിൻ്റെ ഒരു ക്രമീകരണം വലിയൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അധ്യക്ഷനായി ബഹുമാനപ്പെട്ട കൗൺസിലർ പോളി ജോസിനെ ക്ഷണിക്കുന്നു. ബഹുമാനിയുടെ വേദിയിൽ സംസാരിച്ചിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കാലത്തും വൈകിട്ടുമായി വേദിയിലിരിക്കുന്ന ഒരുവിധം ഒട്ടനവധി ആൾക്കാരുടെ പ്രസംഗവും സിനിമകളിലൂടെ പരിചയപ്പെടുത്തലും ഒക്കെ നടന്നിരുന്ന ഈ കലാ ആസ്വാദകർക്ക് വേണ്ടത്ര പരിചയം ഉള്ള മുഖങ്ങളാണ് വേദിയിൽ സംസാരിച്ചിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ നമസ്കാരം പറഞ്ഞുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗത്തിലേക്ക്
കടുകയാണ്. സ്നേഹമുള്ളവരെ, ദേശീയ ചലച്ചിത്ര അവാർഡ് കിട്ടിയ നമ്മുടെ പ്രിയനെ നമുക്ക് ഏവർക്കും തൃശ്ശൂർ ജില്ലയുടെ അഭിമാനമായ പ്രിയനന്ദൻ സാറിൻ്റെ സിനിമയുടെ 25 വർഷം സിനിമ ചരിത്ര രംഗത്ത് പ്രവർത്തിക്കുകയും അതിനൊത്ത നാടകത്തിൽ നിന്ന് അരിഞ്ഞ് കുറച്ച് ശശിയുടെ നാടക സ്റ്റേജിൽ നിന്ന് ആദ്യമായി നാടകത്തിൽ നിന്ന് കയറി വന്ന് ഒരു സംവിധായകനായി ഒരു നടനായി നമ്മുടെ തൃശ്ശൂരിന് എന്നും എന്താ പറയുക ഒരു പൊൻതൂവൽ ആയി മാറിയ പ്രിയനന്ദൻ ചേട്ടനെ ആദരിക്കാൻ കൊല്ലൂരിൽ 28ാം ഡിവിഷൻ കൗൺസിലർ എന്ന നിലയ്ക്ക് അതിയായ സന്തോഷം എനിക്ക് കിട്ടി. അതുപോലെ തന്നെ കൊല്ലൂരിൻ്റെ കലാ കായിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയുടെ പ്രവർത്തന ഭാഗമായിട്ട് കൊല്ലൂരിൽ ഏകമനസ്സോടുകൂടി പ്രവർത്തിക്കാൻ എല്ലാവരും ഒത്തൊരുമിച്ച് ഇങ്ങനൊരു ആശയം കൊണ്ടുവന്ന് പ്രിയായിട്ട് ഇങ്ങനൊരു ആദരവ് കൊടുക്കണം, കോടിയേക്ക് മുന്നിൽ നിൽക്കണം. കൊല്ലൂരിൽ ഇതിന് മുന്നൊന്നും ചെയ്തിട്ടില്ല. കോടിയുടെ കേരളത്തിൽ 28ാം ഡിവിഷനിലെ കൊല്ലൂരിനെ സംബന്ധിച്ച് തന്നെ നമുക്കറിയാം. ഔസേപ്പച്ചൻ അങ്ങനെ ഒട്ടനവധി കലാകാരന്മാരും കായികരും സ്പോർട്സ് രംഗത്തൊക്കെ കൊല്ലൂരിലുണ്ടെങ്കിലും ഇങ്ങനെ ഒരു പരിപാടി നടന്നിട്ടില്ല എന്ന് തന്നെ പറയാം. ഞാൻ വളരെ സന്തോഷകരമാണ്. കാലത്ത് വിട്ട് വളരെയധികം ആൾക്കാർ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കാലത്ത് കുർബാന കഴിഞ്ഞതിന് ശേഷം പലരും സിനിമ വന്ന് കാണുകയും നല്ലൊരു അഭിപ്രായം പറഞ്ഞു പോവുകയും അതിനുശേഷം ഇപ്പോൾ സമാപന സമയത്ത് തന്നെ സീറ്റിട്ടില്ല. അപ്പോൾ പ്രിയനോട് ഞാൻ ഉച്ചയ്ക്ക് വന്ന് സംസാരിച്ചു. പ്രിയേട്ടൻ പറഞ്ഞു വളരെയധികം നന്നായി. വൈലപ്പള്ളി സ്കൂളിലായിരുന്നു ഞങ്ങൾ അത് തീരുമാനിച്ചിരുന്നത്. എങ്കിലും സിനിമ കാണിക്കാനായിട്ട് കുറച്ച് അവിടെ ഫില്ലറിൻ്റെ പ്രശ്നം കാരണം കൊണ്ട് ആദ്യത്തെ നോട്ടീസിൽ അങ്ങനെയായിരുന്നു. പിന്നീട് അത് മാറേണ്ടതായിട്ട് വന്നു. അതേസമയം അവിടെ ശരിയാവില്ല എന്ന് പറയുമ്പോൾ പ്രിയേട്ടനും മകനും അതിൻ്റെ ടെക്നീഷ്യനും വന്നിട്ട് സന്ദീപം നമ്മുടെ എൻ്റെ വളരെ അടുത്ത നമ്മുടെ ജോസ് വിളിച്ച് പോടി ഇങ്ങനെ വലിയ സംഭവം ഉണ്ടായി. നമുക്ക് ആകെ ഒരു അബദ്ധത്തിൽ പെട്ടു, നോട്ടീസിൽ അടിക്കുകയും ചെയ്തു. തത്സമയം ഞാൻ തൃശ്ശൂരിനോട് എത്തി പ്രീമിയർ ലോഡ്ജിലേക്ക് ചെന്നു. ഇങ്ങനൊരു സംഭവമുണ്ട്, ജോർജാനെ വിളിച്ചു, ഇനിയൊരു ബുക്കിംഗ് എടുക്കരുത്, ഈ കൊല്ലൂർ ഡേവിസ് ജോൺ അക്കരെ ഹാള് ഞങ്ങൾക്ക് തരണം, ഇങ്ങനൊരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഡോക്ടറെ വിളിച്ചു, നമുക്ക് ഇതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തന്നു. ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്, ഒരു ആദരവാണ്, കൊല്ലൂരിൽ ഇതുവരെ ചെയ്തിട്ടില്ല. പ്രിയനന്ദൻ സാറിനെ ആദരിക്കാൻ വേണ്ടി തൃശ്ശൂരിൽ ദേശീയ ചരിത്ര അവാർഡ് കിട്ടിയ പ്രിയനന്ദൻ ചേട്ടനെ ആദരിക്കാൻ വേണ്ടി നമ്മളൊരു ഇങ്ങനെ ഞങ്ങളൊരു അപ്പോൾ ഡോക്ടർ ഞങ്ങൾക്ക് അതിനുള്ള ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്ത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള എല്ലാ പ്രോത്സാഹനങ്ങളും സഹായങ്ങളും കൊല്ലൂരിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടി. അതുപോലെ തന്നെ ഒരു പ്രിയനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒരു പച്ച മനുഷ്യൻ അല്ലെങ്കിൽ ഒരു മനുഷ്യ സ്നേഹി കൂടിയായ, പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ കേരളീയരുടെ പച്ച മനസ്സ് ഒപ്പിയെടുത്ത് ഓരോ ചിത്രത്തിലും അതിൽ രാഷ്ട്രീയം കലർപ്പുണ്ട്, രാഷ്ട്രീയത്തിൻ്റെ കഥ പറയുന്നുണ്ടെങ്കിലും ഒരു പിടി ഭക്ഷണഘട്ടത്തിൽ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് ഓരോ ചിത്രങ്ങളും പൂർത്തീകരിക്കുകയാണെങ്കിൽ ഒരു വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടാണ് പ്രിയത്തിന് ഓരോ സിനിമകളും പൂർത്തീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ. പടത്തിൻ്റെ വിജയിക്കുമ്പോൾ അതൊക്കെ മനസ്സിൽ നിന്ന് മാറിക്കും. നമ്മുടെ ഗ്രാമീണ കാവും കുളങ്ങളും അമ്പലങ്ങളും പള്ളികളും നിറഞ്ഞു നിൽക്കുന്ന ഈ ഗ്രാമത്തിൽ നിന്ന് ഗ്രാമത്തിൻ്റെ പച്ചപ്പ് പകർത്തിക്കൊണ്ട് ഇനിയുള്ള സിനിമകളിലൂടെ പ്രിയൻ്റെ ഇനിയും നല്ലൊരു കഥകളിലൂടെ നമ്മളെ
സോദരക്ക് നല്ല ചിത്രങ്ങളും ആയിത്തീരുമെന്ന് പ്രവർത്തിക്കാനുള്ള എല്ലാ അനുഗ്രഹവും ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചു. അടുത്തതായിട്ട് ഉദ്ഘാടന കർമ്മമാണ്. ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മളുടെ എല്ലാവരും പ്രിയങ്കരനായ പ്രേംലാൽ ഡയറക്ടറാണ്. അദ്ദേഹത്തിനെ രണ്ട് വാക്ക് സംസാരിച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിക്കുന്നത് പ്രത്യേകം കരുതുന്നു. പ്രിയപ്പെട്ട പ്രിയേട്ടൻ ശ്രീ കുരിപ്പുഴ കൗൺസിലർ, വേദിയിലെ ശശിയുടെ മറ്റ് വിശിഷ്ട വ്യക്തികളെ, സദസ്സിലെ പ്രിയപ്പെട്ടവർ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആക്ച്വലി ഈ വേദിയിൽ വരേണ്ട ആളല്ല. പക്ഷെ എന്നാലും ചില കാരണങ്ങളാൽ വരേണ്ടി വന്ന ഒരാളാണ്. പ്രിയേട്ടൻ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം സാഹിത്യ അക്കാദമി എന്ന് പറയുന്നൊരു സ്ഥാപനം രാവിലെ 10 മണിക്ക് തുറന്ന് അല്ലെങ്കിൽ 9:30 മണിക്ക് തുറന്ന് 5 മണിക്ക് അടച്ചുപൂട്ടുന്ന ഒരു സർക്കാർ സ്ഥാപനമായി ചുരുങ്ങുന്നതിന് മുൻപ് ഉള്ള ഒരു കാലത്ത് ഉണ്ടായ ഒരു സുഹൃത്താണ്. സാഹിത്യ അക്കാദമി എന്ന് പറയുന്നത് ഒരു കാലത്ത് തൃശ്ശൂരിൽ ഒരുപാട് മനുഷ്യർക്ക് വരാനും ഇരിക്കാനും സംസാരിക്കാനും അവരുടെ പലവിധ ആശയങ്ങൾ പങ്കുവയ്ക്കാനും ഒക്കെ ആയിട്ടുള്ള വളരെ സ്വാതന്ത്ര്യം നിറഞ്ഞ ഒരു ഇടമായി നിലകൊണ്ടൊരു കാലമുണ്ട്. അന്ന് അവിടെ രൂപം കൊണ്ട പല സൗഹൃദങ്ങളും പിന്നീട് പല സിനിമകളിലൂടെയും മറ്റു കലാരൂപങ്ങളിലൂടെയും ഒക്കെ തന്നെ അവരുടെ വളരെ ഹൃദയം തുറന്ന ചില ഇടപെടലുകൾക്ക്, അതുപോലെ കൈകൾ കോർത്തുകൊണ്ടുള്ള ചില പ്രവർത്തനങ്ങൾക്കൊക്കെ കാരണമായിട്ടുണ്ട്. ഇപ്പോഴത്തെ അക്കാദമിയെക്കുറിച്ചല്ല പറയുന്നത്. ഇന്നത്തെ അക്കാദമി മറ്റൊരു സ്ഥലമാണ്. അത് വെറുമൊരു സർക്കാർ സ്ഥാപനമാണ്. 5 മണിക്ക് ഗേറ്റ് അടയ്ക്കുന്ന, പുറത്ത് പൊയ്ക്കോ എന്ന് പറയാൻ ഒരു ഉടുപ്പുമില്ലാത്ത, സാംസ്കാരികത എന്ന വാക്കുമായിട്ട് പോലും ഒരു ബന്ധം പറയാൻ പറ്റാത്തൊരു ഇടം. അത് പറയാൻ തുടങ്ങാൻ പറ്റാത്തതുകൊണ്ട് മാത്രം ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ അവിടെയുള്ള കുറ്റങ്ങളിൽ യഥാർത്ഥത്തിൽ പ്രിയേട്ടനെ പോലുള്ള ആളുകളെ കണ്ടുമുട്ടുന്നതിന് മുൻപ് പ്രിയേട്ടനെ അറിയുമായിരിക്കില്ല. ഞാൻ ഏറ്റവും ആദ്യം ഞാനൊരു പരസ്യചിത്ര സംവിധായകനായിട്ടാണ് എൻ്റെ കരിയർ തുടങ്ങുന്നത്. അപ്പം അന്നത്തെ കാലത്ത് ഒരു പരസ്യചിത്രത്തിന് വേണ്ടിയിട്ട് സംയുക്ത വർമ്മ എന്ന് പറയുന്നൊരു കുട്ടി തൃശ്ശൂർ കേരള കോളേജിൽ പഠിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് അവരെ കാണാൻ വേണ്ടി ഞാൻ കോളേജിൻ്റെ പരിസരങ്ങളിലേക്ക് എത്തുന്ന സമയത്ത് അന്ന് അവിടെ എൻ്റെ ഓർമ്മയിൽ അത് തമ്പിമാഷിനെയാണ്, വി ജി തമ്പിമാഷിൻ്റെ ഒരു പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ പ്രിയേട്ടനെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പം അതിനുശേഷമുള്ള പ്രിയേട്ടൻ്റെ ഒരു വളർച്ച എന്നൊക്കെ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് സിനിമയെക്കുറിച്ച് സീരിയസ് ആയിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാളെയും പോലെ എന്നെയും ഒക്കെ വളരെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലത്ത് നിൽക്കുമ്പോൾ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്നതുപോലെ 80കളിലൊക്കെയുള്ള ഏതൊരു സംവിധായകൻ്റെയും വലിയ സന്തോഷം എന്ന് പറയുന്നത് കുതിരവേഗത്തിന് വേണ്ടി ഭ്രാന്ത് പിടിക്കാത്ത ഒരു പ്രേക്ഷക സമൂഹത്തെ അഭിസംബോധന ചെയ്യാൻ വേണ്ടിയ ഒരു കാലം, അത് 80കളിലും 90കളിലും ഒക്കെ അത്തരമൊരു പ്രേക്ഷക സമൂഹത്തെ മുന്നിട്ടുകൊണ്ട് ഇവിടുത്തെ ഓരോ സംവിധായകരും ഒരു സിനിമ ഒരുക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ പുതിയ കാലത്ത് നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു വികലാംഗനായ, നടക്കാൻ വളരെ ബുദ്ധിമുട്ടി കാലുകൾ വലിച്ചു തുടങ്ങുന്നൊരു മനുഷ്യനെ കേന്ദ്ര കഥാപാത്രമാക്കി ഒരു സിനിമ ചെയ്യുമ്പോഴും അയാൾ പിന്നെ കാൾ ലൂയിസിനെ പോലെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ ഹുസൈൻ ബോൾട്ടിനെ പോലെയൊക്കെ തന്നെയുള്ള, അല്ലെങ്കിൽ പിൽക്കാലത്ത് വന്ന വലിയ 100 മീറ്റേഴ്സ് സ്പ്രിൻ്റ് ചെയ്യുന്ന താരങ്ങളുടെ കഥ പറയുമ്പോഴുള്ള അതേ കുതിരവേഗം ഒരു വികലാംഗൻ്റെ കഥ പറയുമ്പോഴും വേണം എന്ന് വാശി പിടിക്കുന്ന ഒരു പ്രേക്ഷക സമൂഹത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ സിനിമകൾ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്തരമൊരിടത്ത് സിനിമ ചെയ്യുന്ന പ്രിയേട്ടനെ പോലുള്ള ആൾക്കാരെ നമ്മൾ വളരെ അത്ഭുതത്തോടും അതിശയത്തോടും ഒക്കെ കൂടിയാണ് കാണുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഈ കുതിരവേഗം എന്ന് പറയുന്നത് നമ്മുടെ വല്ലാത്തൊരു ചിന്തയിൽ നിന്നുണ്ടാകുന്നതാണ്. എനിക്ക് എല്ലാ കാലത്തും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ജീവിതം വളരെ ഫാസ്റ്റാണ് എന്നൊക്കെ പറയുമ്പോഴും ജീവിതം ഒട്ടും ഫാസ്റ്റ് അല്ലാത്ത ഒരുപാട് മനുഷ്യർ നമുക്കിടയിലുണ്ട്. ആ സമൂഹത്തെ നമ്മൾ പലപ്പോഴും കാണാൻ മറന്നു പോകുന്നതാണ്. ആ മനുഷ്യരുടെ അജണ്ടകൾ പോലും വളരെ വ്യത്യസ്തമാണ്. കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരനായ ഒരു മനുഷ്യൻ്റെ അജണ്ട എന്ന് പറയുന്നത് നമ്മുടെ കുത്തി നിറച്ച് പോകുന്ന ട്രെയിനിൽ ഒരു സാധാരണക്കാരന് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു കഷ്ടിച്ചൊരു 350 രൂപ കൊടുത്ത് രാത്രി കയറി കിടന്നാൽ വൈകിട്ട് എത്താൻ പോകത്തിനുള്ള
തിക്കി അവനെ ഈ പറഞ്ഞ പോലെ ചമ്മന്തി പരുവത്തിലല്ലാതെ ആ യാത്ര പൂർത്തീകരിക്കാൻ കഴിയുന്ന സാധാരണ ട്രെയിനുകളിലെ കസേരകളുള്ള അല്ലെങ്കിൽ ബെർത്തുകളുള്ള ഒരു ട്രെയിൻ കമ്പാർട്ട്മെൻറ്റാണ് ഒരു സാധാരണക്കാരൻ്റെ സ്വപ്നത്തിലുള്ളത്. അവൻ്റെ സ്വപ്നത്തിൽ കെയറെയിൻ ഇല്ല. ഒരൊറ്റ യാത്രയ്ക്ക് 3000-3500 രൂപ കൊടുത്ത് കാസർഗോഡ് നിന്ന് ഇവിടെ എത്തി തിരിച്ചങ്ങോട്ടും അതേ പൈസ കൊടുത്ത് തിരിച്ചു പോയി വരുന്ന ആളുകൾ ആരാണെന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു രാഷ്ട്രീയം മനസ്സിലാവും. അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്നൊരു രാഷ്ട്രീയമാണ്. അത് ആരുടെ മുൻഗണനയാകണമെന്ന് ചോദിക്കുന്നിടത്താണ് യഥാർത്ഥത്തിൽ അപ്പമേസ്ത്രി എന്ന് പറയുന്ന കഥാപാത്രത്തെ എടുത്ത് പ്ലേസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പമേസ്ത്രി ശരിക്ക് ഒരു കമ്മ്യൂണിസ്റ്റുകാരന് മറ്റുള്ള മനുഷ്യരെ കാണിക്കാനുള്ള സിനിമ മാത്രമല്ല, അതൊരു കമ്മ്യൂണിസ്റ്റുകാരന് സ്വന്തം ഹൃദയത്തിലേക്ക് വിരൽ ചൂണ്ടി കാണാനുള്ള ഒരു സിനിമ കൂടിയാണ് നെയ്ത്തുകാരൻ. പക്ഷെ നമ്മൾ അങ്ങനെയല്ല സിനിമ കണ്ടത് എന്നുള്ളത് ഗതികേടാണ്, ഒരു രാഷ്ട്രീയ ദുരന്തമാണ്. മനുഷ്യർ അഭിപ്രായങ്ങൾ തുറന്നു പറയുക എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മുദ്രാവാക്യം വിളിക്കാൻ പഠിപ്പിച്ച ജനതയോട്, തങ്ങൾ ഏത് ജനതയോട് നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കണമെന്ന് പറയുന്ന ജനതയോട് നിങ്ങൾ എന്ന് അച്ചടക്കത്തിൻ്റെ പേര് പറഞ്ഞ്, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ചില വ്യക്തികൾ ദുഃഖിക്കും അല്ലെങ്കിൽ അവർ വിമർശിക്കപ്പെടുമെന്ന കാരണം കൊണ്ട് നിങ്ങൾ ചോദ്യങ്ങളെല്ലാം മടക്കി ചുരുട്ടി സ്വന്തം കേസിലിട്ട് ഇരിക്കാൻ പറയുന്നുണ്ടോ, അവിടെ അപ്പമേസ്ത്രി നിങ്ങൾ കാണേണ്ടതാണ്. അപ്പമേസ്ത്രി അല്ലാതെ നിങ്ങൾ മറ്റൊരു തലമുറയുടെ മുമ്പിലേക്കോ മറ്റൊരു പ്രേക്ഷക സമൂഹത്തിൻ്റെ മുമ്പിലേക്കൊന്നും എറിഞ്ഞിട്ട് കൊടുക്കേണ്ട ഒരു കഥാപാത്രമല്ല അപ്പമേസ്ത്രി. നെയ്ത്തുകാരൻ അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ചില മൂല്യങ്ങളെ, പ്രത്യേകിച്ച് ആ വാക്ക് പറയുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല, ഒരു ഇടത് പൊതുബോധമുള്ള ഒരു സമൂഹത്തിൻ്റെ മുൻപിൽ ആത്മവിമർശനപരമായി നാം കാണേണ്ടുന്ന ഏറ്റെടുക്കേണ്ടുന്ന സിനിമയും കഥാപാത്രവുമാണ് നെയ്ത്തുകാരനും അപ്പമേസ്ത്രിയും. അതല്ല നമ്മൾ മറ്റാർക്കെങ്കിലും മരുന്ന് ഈ പറഞ്ഞ പോലെ ഗുളിക രൂപത്തിൽ കൊടുക്കുമ്പോൾ അത് കഴിക്കാൻ പറഞ്ഞ് അവരോട് കഴിക്കാൻ പറയേണ്ട ഗുളികയല്ല, നമ്മൾ ഇടത് എന്ന് പറയുന്ന ഒരു പൊതുസമൂഹത്തിൻ്റെ ഭാഗമായ ഏതൊരാളും കഴിക്കേണ്ടുന്ന രാഷ്ട്രീയ കലാ സാംസ്കാരിക ഗുളികയാണ് അപ്പമേസ്ത്രിയും നെയ്ത്തുകാരനും. നമ്മളിത് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് പലപ്പോഴും ഒരുപാട് സിനിമകൾ കാണുമ്പോൾ അതിൻ്റെ 100 കോടി ക്ലബ്ബുകളെ കുറിച്ച് മാത്രമേ സംസാരിക്കാൻ കഴിയുകയുള്ളൂ. നിർഭാഗ്യവശാൽ ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടേണ്ട വിഷയം ഒരു സിനിമ അഡ്രസ്സ് ചെയ്യുന്ന സമൂഹത്തോട് ആ സിനിമ സംവദിക്കുന്നത് ഏത് പ്രേക്ഷക സമൂഹത്തോടാണ്, ആ വിഷയമാണ് സംസാരിക്കേണ്ടത്. പക്ഷെ അത്തരത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ കഴിയുന്ന ഒരു സിനിമ വളരെ അപൂർവമായിട്ടാണ് നമുക്കിടയിൽ ഉണ്ടാകുന്നത്. നിങ്ങൾക്കത് ആലോചിച്ചാൽ മനസ്സിലാവും. 100 കോടി 200 കോടി 300 കോടി എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്ന വമ്പൻ സിനിമകൾ, ഏതെങ്കിലും ഒരു സിനിമ ആ ഗേറ്റ് കഴിഞ്ഞ് നിങ്ങളുടെ ഒപ്പം പോരുന്നുണ്ടോ, വീട്ടിലേക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ ആ സിനിമ കൂടെ കൂട്ടാൻ പോരുന്നുണ്ടോ, പറ്റുന്നുണ്ടോ എന്നൊക്കെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം വരുമ്പോഴാണ് പ്രിയട്ടനെ പോലുള്ള ഒരാളുടെ സിനിമ നമ്മുടെ മുമ്പിൽ വരുന്നത്. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മൾ ഏത് രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യത്തിലാണ്, അത് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നൊന്നും അല്ല ഞാനീ പറഞ്ഞു വരുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഏറ്റവും അധികം നമ്മളോട് ഒരു കാലത്ത് നമ്മൾ പറഞ്ഞത് ചരിത്രം നമ്മളെ പലതും പഠിപ്പിക്കും, നമ്മളെ വീണ്ടും പ്രത്യാശ നിറഞ്ഞ മനുഷ്യരാകാൻ വേണ്ടി നമ്മളെ പഠിപ്പിക്കും, ശീലിപ്പിക്കും, അതിനുവേണ്ടി നമുക്ക് മെച്ചപ്പെട്ട മനുഷ്യരാകുമെന്ന് പറഞ്ഞ ആ നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ചരിത്രം നമ്മളൊന്നും പഠിപ്പിച്ചില്ല എന്നുള്ളതാണ്. നമ്മൾ അഡോൾഫ് ഹിറ്റ്ലറെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എല്ലാ കാലത്തും വിചാരിച്ചിരുന്നത്, വിശ്വസിച്ചിരുന്നത് അയാൾ ചരിത്രത്തിൽ കുഴിവെട്ടി മൂടപ്പോയ ഒരു കഥാപാത്രമാണെന്നും അയാളെ പോലെ ഒരാൾ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല എന്നുമാണ്. പക്ഷെ നമുക്കിപ്പോൾ ഈ പുതിയ കാലത്ത് ഇസ്രയേലിലെ നെതന്യാഹുവിനെ ഈ പുതിയ കാലഘട്ടത്തിലെ അഡോൾഫ് ഹിറ്റ്ലർ എന്നതിൻ്റെ അപ്പുറത്ത് നമുക്ക് എന്ത് വിളിക്കാൻ കഴിയും? അപ്പം ഇത് ഒരു രാഷ്ട്രീയമായിട്ട് ഏറ്റവും തീവ്രമായ അതിദേശീയതയും വംശീയ ബോധവും ഒക്കെ നിലനിൽക്കുന്ന ഒരു പൊതുവായ ലോകക്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാനും നിങ്ങളും ഒക്കെ ഇവിടെ ജീവിച്ചു പോകുന്നത്. ഇവിടെ നമ്മൾ ഒരു അമേരിക്കയുടെ ഒരു പ്രസിഡന്റിന് ഒരു BP കൂടിയാൽ ഒരു ലോകയുദ്ധം നടക്കുമെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഏറ്റവും അധികം മാറി മറിഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ജീവിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെയൊക്കെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് നമ്മൾ കേരളത്തിൽ പ്രിയനന്ദനൻ എന്ന് പറയുന്ന ഒരു സംവിധായകൻ പാതിരാക്കാലം പോലും സിനിമ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ നോക്കി കാണുന്നത്. വളരെ വലിയ ഭരണകൂട ഭീകരതയ്ക്കെതിരെ ബഹിസ്വരത എന്ന് പറയുന്ന ഒരു വാക്കിനെ പോലും, ആശയത്തെ വിടുക, ഒരു വാക്കിനെ പോലും ഏതെല്ലാം തരത്തിൽ അടിച്ചമർത്തുന്നതിനെതിരെ, സ്വതന്ത്രമായി ചിന്തിക്കാൻ കഴിയുന്ന മനുഷ്യർ നിശബ്ദത ആക്കുന്നതിനെതിരെയൊക്കെ ഒരു ചലച്ചിത്ര പ്രവർത്തനം തന്നെ സിനിമ കൊണ്ട് സമ്മതിക്കുമ്പോൾ അതിനേക്കാൾ വലിയ രാഷ്ട്രീയ ധർമ്മമൊന്നും ഇവിടുത്തെ ഒരു രാഷ്ട്രീയക്കാരനും ചെയ്യുന്നില്ല. കാരണം നമുക്കറിയാവുന്നതുപോലെ വിളിക്കുന്ന മുദ്രാവാക്യങ്ങളൊന്നും നടപ്പിലാക്കാനുള്ളതല്ല എന്ന് നമ്മളോട് പറയുന്ന വലിയ പാർട്ടി നേതാക്കന്മാരുള്ള കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്.
വിളിക്കുന്ന മുദ്രാവാക്യങ്ങളൊക്കെ ചുമ്മാ വിളിക്കാൻ വേണ്ടിയുള്ളതാണെന്നും അത് നടപ്പിലാക്കാനുള്ളതല്ല എന്നും നമ്മളോട് പറയാൻ ഒരു എളുപ്പമില്ലാത്ത പാർട്ടി നേതാക്കന്മാർ നമ്മുടെ മുമ്പിൽ നമ്മുടെ നേതാക്കന്മാർ ഇരിക്കുന്ന കാലത്താണ് തൻ്റെ സിനിമകളിൽ തൻ്റെ രാഷ്ട്രീയം കൃത്യമായി പറയാൻ ഒരു മടിയും പുലർത്താത്ത ഒരു സംവിധായകൻ ഉണ്ടാകും. അത് ഒട്ടും ചെറിയ കാര്യമല്ല. എന്നെപ്പോലുള്ള ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം വളരെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഞാനൊരു സമയത്ത് NS മാധവൻ്റെ ഒരു ചെറുകഥ സിനിമയാക്കാൻ വേണ്ടി ശ്രമിച്ച ഒരാളാണ്. മാധവൻ്റെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എഴുതിയൊരു കഥ. ആ കഥയുടെ ആദ്യ റൗണ്ടുകളിലൊക്കെ ഞാൻ ഇരുന്ന സമയത്ത് ഞാൻ മാധവനോട് പറഞ്ഞപ്പോൾ മാധവൻ എന്നോട് ചോദിച്ചത്, നിങ്ങൾക്ക് ജീവനിൽ ഭയമില്ല എന്നാണ്. അതായത് ഒരാൾ ഒരു തീവണ്ടിയിൽ ഒരു ചില്ല് കുപ്പിയിൽ അടച്ച ഒരു മാംസക്കഷണവും കൊണ്ട് യാത്ര പോകുന്നതും കൂടെ ഇരുന്ന് യാത്ര ചെയ്യുന്ന മനുഷ്യൻ അത് ബീഫിൻ്റെ പശു ഇറച്ചിയാണെന്നും പറഞ്ഞുകൊണ്ട് ഇയാളെ തടയുന്നതും, ഇയാൾ കരഞ്ഞ് പറയുന്നുണ്ട് ഇയാളുടെ അമ്മയുടെ ഗർഭപാത്രത്തിൻ്റെ ഒരു കഷണം ഒരു ബയോപ്സി നടത്താൻ വേണ്ടി ഡൽഹിയിലേക്ക് കൊണ്ടുപോകുന്നതാണെന്ന് ഇയാൾ കരഞ്ഞ് പറഞ്ഞിട്ടും അയാൾ ആ പ്ലാറ്റ്ഫോമിലിട്ട് തല്ലി കൊല്ലാറാക്കുന്ന അത്ര ഒരു ക്ലൈമാക്സിലെ പടം തീരുകയും അവസാനം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു നായ വന്നിട്ട് ഈ ഗർഭപാത്രത്തിൻ്റെ കഷ്ണം കടിച്ചെടുക്കുന്ന ഒരു സീനിലാണ് സിനിമ അവസാനിക്കുന്നത്. ആ ചെറുകഥ അവസാനിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ മാധവൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ മാധവനെ ചോദിച്ചൊരു ചോദ്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത്തരത്തിൽ ഭയമില്ലാത്ത മനുഷ്യരെ കാണുമ്പോൾ നമുക്ക് ഭയത്തോടു കൂടി ചില സിനിമകളിൽ നിന്ന് പുറകോട്ട് പോരേണ്ടി വന്ന എൻ്റെ സ്വന്തം ചരിത്രം ഓർമ്മിച്ചുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും, ലോകം ആക്ച്വലി നിലനിൽക്കേണ്ടത് ഇത്തരം മനുഷ്യരുടെ വളരെ വലിയ രാഷ്ട്രീയ കലാ സാംസ്കാരിക പ്രതിരോധങ്ങളിലൂടെയാണ്. അത്തരം മനുഷ്യർക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ പലരും നമ്മൾ വിമർശിക്കുന്നത് പോലെ ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി കാണും. എനിക്ക് എൻ്റെ ശരി എന്ന് തോന്നുന്നത് പറയാൻ മടിക്കാത്ത ഒരാളാണ് വ്യക്തിപരമായിട്ട്. പക്ഷെ കലയിൽ പലപ്പോഴും നടക്കില്ല. അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒരു സിനിമ ചെയ്യണമെങ്കിൽ വരുന്ന വലിയ മുടക്കുമുതലാണ്. അപ്പോൾ ഈ മുടക്കുമുതൽ നമ്മളെ വിശ്വസിച്ചൊരു പ്രൊഡ്യൂസർ മുടക്കുന്ന സമയത്ത് നമ്മുടെ പടം സെൻസർ ബോർഡ് പോലും കടക്കുമെന്ന് ഉറപ്പില്ലാത്തൊരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് നമ്മൾ സിനിമ ഉണ്ടാക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ പുതിയൊരു സബ്ജക്റ്റിനെ കുറിച്ച് ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു സിനിമയുടെ ആദ്യ റൗണ്ടിൽ തന്നെ എനിക്ക് പരിചയമുള്ള 2 സെൻസർ ബോർഡ് അംഗങ്ങളെ വിളിച്ചിട്ട് ഇങ്ങനൊരു പരിപാടി ചെയ്യുന്നുണ്ട്, നിങ്ങളെക്കാളും കടത്തി വിടുമോ എന്ന് മുൻകൂട്ടി ചോദിക്കേണ്ട ഗതികേടിലാണ് ഇവിടുത്തെ മനുഷ്യരുള്ളത്. നമ്മുടെ സിനിമ നിങ്ങൾ കാണുന്ന സിനിമയുടെയൊക്കെ പുറകിലെ ഏറ്റവും വേദന നിറഞ്ഞ അതിനെ ഭയപ്പെടുത്തുന്നൊരു അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒട്ടും എളുപ്പമല്ലാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അച്ഛൻ ഉറങ്ങാത്ത വീട് എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യർ വരുന്ന സമയത്ത് അച്ഛനില്ലാത്ത അല്ലെങ്കിൽ അച്ഛൻ ആരെന്നറിയാത്ത പക്ഷികളെക്കുറിച്ച് സിനിമ ചെയ്യുക എന്നതൊക്കെ ഒരു വലിയ രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ്. ഒട്ടും എളുപ്പമല്ല. അത് നമുക്ക് പരിചയമുള്ളൊരു ലോകം ഈ പറഞ്ഞ പോലെ നമുക്ക് മറ്റാളുകളുടെ മുകളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് നിങ്ങളിൽ ആരോ പീഡകരാണ്, നിങ്ങൾ ചെറിയ കുട്ടികളുടെ അടുത്ത് പോലും വളരെ മോശമായി പെരുമാറുന്നു എന്ന് ചോദിച്ചുകൊണ്ട് സംസാരിക്കുന്നവരിടത്ത് അത്തരം ചൂണ്ടുവിരലുകൾക്കപ്പുറത്ത് നമ്മുടെ നെഞ്ചിന് കിട്ടാൻ കഴിയുന്ന ചില ചൂണ്ടുവിരലുകൾ ഒരുക്കി എന്നുള്ള അത്തരത്തിൽ അത് മെയിൻ സ്ട്രീമിലും ഉണ്ടായിട്ടുണ്ട്. അത്തരം നമ്മൾ പറയുന്ന പോലെ ശ്രീനേട്ടനെ പോലെ ഒരാൾ, ഞാൻ ശ്രീനേട്ടൻ്റെ എൻ്റെ ഒരു സുഹൃത്ത് എന്നുള്ള നിലയിലും എൻ്റെ ഒരു മെൻറ്റർ എന്നുള്ള നിലയിലും എൻ്റെ 2 സിനിമകളിൽ അഭിനയിച്ച ആൾ എന്നുള്ള നിലയിലും ശ്രീനേട്ടനെ പോലെ ഒരാൾ ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് വളരെ വ്യക്തമായി നമുക്ക് പറയാൻ പറ്റും, നമ്മൾ മലയാളി കണ്ട് ശീലിച്ച മറ്റുള്ളവരെ നോക്കി ചിരിക്കുന്ന ഒരിടത്ത് തനിക്ക് നേരെ ടോർച്ചടിച്ച് നോക്കുന്ന മനുഷ്യരെ കാണിച്ച കലാപ്രവർത്തകരിവിടെ ഉണ്ടായിട്ടുണ്ട്. അതായത് മറ്റുള്ളവരെ നോക്കി അവരുടെ കുടവയറ് കാണിച്ച് നമ്മളെ ചിരിപ്പിച്ച സമയത്ത് സ്വന്തം കുറവുകളെ നോക്കി ചിരിക്കാൻ പഠിപ്പിച്ച സാഹിത്യത്തിൽ വൈക്കം മുഹമ്മദ് ബഷീറൊക്കെ നിർവഹിച്ച അതേ കർമ്മം സിനിമയിൽ ചെയ്ത ശ്രീനേട്ടനെ പോലുള്ള ആളുകൾ മെയിൻ സ്ട്രീമിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ അതിൻ്റെ വേറൊരു തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഉൾപ്പെടുന്ന ഒരു സമൂഹത്തെ ആത്മവിമർശനപരമായി സമീപിക്കുന്നത് കൂടിയാണ് പ്രിയേട്ടൻ്റെ സിനിമകൾ എന്നാണ് എൻ്റെ ഒരു ധാരണയും എൻ്റെ ഒരു രാഷ്ട്രീയ ബോധ്യവും. ഇപ്പോൾ ബുദ്ധദേവ് ദാസ് ഗുപ്തയുടെ ചരാചർ എന്ന് പറഞ്ഞൊരു സിനിമ, അത് ഒരു പക്ഷിയെ പിടിക്കുന്ന അങ്ങനെ ഉപജീവനം കഴിക്കുന്ന അതിനെ കൂടുകളിൽ കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യൻ്റെ കഥയാണ്. പുലിജന്മം എന്ന് പറയുന്ന ഒരു സിനിമ ഞാൻ അതുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് കാണുമ്പോൾ എനിക്ക് തോന്നുന്നൊരു അനുഭവം, ഒരു സിനിമയുടെ നമ്മളെപ്പോഴും പറയുന്ന വലിയ വാക്കുകളുണ്ട്, മാജിക് റിയലിസം എന്നൊക്കെ പറയുന്ന, മാജിക്കൽ റിയലിസം എന്നൊക്കെ പറയുന്ന വലിയ വാക്കുകൾ. യഥാർത്ഥത്തിൽ അതിൻ്റെയൊക്കെ അപ്പുറത്ത് നമ്മുടെ ഹൃദയത്തിൽ തൊടുന്ന അനുഭവമായ ഒരു കാഴ്ച മാറുന്നതിനേക്കാൾ വലിയ മാജിക് ഒരു ചലച്ചിത്രകാരന് സമ്മാനിക്കാനില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പുലിജന്മത്തിലൊക്കെ അത്തരത്തിലുള്ള ചില മൊമെൻറ്റ്സ്, അത്തരം ഒരു മൊമെൻറ്റ് മതി അതുവരെയുള്ള സിനിമയുടെ നമ്മൾ പലപ്പോഴും സാങ്കേതിക വിദഗ്ധരോട് അല്ലെങ്കിൽ സിനിമ പണ്ഡിറ്റുകളോടൊക്കെ സംസാരിക്കുമ്പോൾ സിനിമയുടെ സാങ്കേതിക മേന്മയെക്കുറിച്ചും സിനിമയുടെ മറ്റ് ആവിഷ്കാര ശൈലികളെക്കുറിച്ചും ചലച്ചിത്ര ഭാഷയെക്കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ
പലപ്പോഴും ഈ ഭാഷയെ നിലനിർത്തുകയും സിനിമയുടെ അനുഭവം നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന ഒരുപാട് സിനിമകൾ നമുക്ക് ചുറ്റും ഉണ്ടായിട്ടുണ്ട്, ഇന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെയാണ് ഈ ചലച്ചിത്ര ഭാഷയുടെയോ അതിൻ്റെ അപ്പുറത്തെ കാഴ്ചകളുടെ ഒക്കെ അപ്പുറം, വിട്ടുകാഴ്ചകളുടെ ഒക്കെ അപ്പുറത്ത് ഹൃദയത്തിൽ തൊടുന്ന രീതിയിൽ ഒരു രംഗത്തെ ആവിഷ്കരിക്കുന്നതാണ് ശരിക്കും ഒരു സിനിമ എന്നും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഗേറ്റ് കടന്നിട്ട് ആ സിനിമയെ നമ്മുടെ ഹൃദയത്തിലേക്ക് കുരുക്കിയിടാൻ പറ്റുന്ന ഒരു ഹുക്ക് പോയിന്റെങ്കിലും ഒരു സിനിമയിലുണ്ടെങ്കിൽ ആ സിനിമ ചെയ്ത സംവിധായകൻ ഏറ്റവും വലിയ വിജയമായി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സിനിമയായിട്ട് പുലിജന്മം പോലൊരു സിനിമ മാറുന്നതും അതുകൊണ്ടാണ്. മറ്റുള്ള സിനിമകൾക്ക്, പല സിനിമകൾക്കും മലയാളത്തിൽ ചില പൂർവ്വ മാതൃകകളെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ പാതിരാക്കാലത്തിന് പോലും ഇപ്പോൾ ടി വി ചന്ദ്രൻ്റെ ആലീസിൻ്റെ അന്വേഷണം പോലൊരു സിനിമയായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ആ ട്രാവലൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റും. പക്ഷേ പുലിജന്മം പോലൊരു സിനിമ വരുമ്പോഴാണ് അത് വളരെ ഏറ്റവും അധികം രാഷ്ട്രീയ മാനങ്ങളുള്ള, അടരുകളുള്ള, നമ്മുടെ നാട്ടിൽ നേരത്തെ പറഞ്ഞ പോലെ കുതിരവേഗമുള്ള മനുഷ്യരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഏറ്റവും ഭയപ്പെടേണ്ടുന്ന തരത്തിലുള്ള സിനിമകൾ ചെയ്യുക, അത്തരം സിനിമകളുമായി രാഷ്ട്രീയമായി സംവദിക്കുക എന്നൊക്കെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ആ കാര്യം നിർവഹിക്കുന്ന ഒരു ചലച്ചിത്രകാരൻ എന്നുള്ള നിലയിൽ പ്രിയേട്ടന് എൻ്റെ ഏറ്റവും വലിയ അനുമോദനങ്ങൾ അർപ്പിക്കാൻ ഞാൻ ഈ സമയം വിനിയോഗിക്കുകയാണ്. കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. സിനിമ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എല്ലാവരും വന്നിരിക്കുന്നത്. അപ്പോൾ തികച്ചും വീണ് കിട്ടിയ ഈ ഒരു സന്ദർഭം അതിൻ്റേതായ എല്ലാ ആഹ്ലാദത്തോടും അഭിമാനത്തോടും കൂടി ഏറ്റെടുത്തുകൊണ്ട് ഔപചാരികമായി ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് നമ്മുടെ മുഖ്യ അതിഥിയായിട്ട് അപ്രതീക്ഷിതമായി നമുക്ക് എത്തിച്ചേർന്ന മലയാളത്തിൻ്റെ പ്രിയ കവി കുരിപ്പുഴ ശ്രീകുമാർ സാറിനെ സംസാരിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഏറ്റവും വിനീതമായ നമസ്കാരം. തീരെ നിശ്ചയിക്കാതെയാണ് ഇങ്ങനെ ഒരു സന്ദർഭം എനിക്ക് കിട്ടിയത്. വളരെ ആഹ്ലാദത്തോടു കൂടി ഞാൻ എന്നെ കൂടിയിരിപ്പെടുത്താൻ വിചാരിച്ച ഒരാളുടെ അടക്കമുള്ള എല്ലാവർക്കും നന്ദി പറയുന്നു. പ്രിയനന്ദനൻ ഏറ്റവും നല്ല രാഷ്ട്രീയ സിനിമയായ നെയ്ത്തുകാരൻ നമുക്ക് സമ്മാനിച്ച സംവിധായകനാണ്. നെയ്ത്തുകാരൻ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം ആ കുട്ടികളുടെ രാഷ്ട്രീയം അല്ല, മറിച്ച് അപ്പമേസ്ത്രിയുടെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയ ബോധം ഉൾക്കൊണ്ട് ആ സിനിമയിലെ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് മുരളിയാണ്. മുരളി നാടകക്കാരൻ എന്നുള്ള നിലയ്ക്ക് ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൽ പഠിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഏറെ ശ്രദ്ധേയനായിരുന്നു. ജി ശങ്കരപ്പിള്ളയുടെ നാടക ക്യാമ്പുകളിലൂടെ വളർന്നു വന്ന ഒരു നടനാണ്, രാഷ്ട്രീയമുള്ള ഒരു നടനാണ്. കോളേജിൽ പഠിക്കുന്ന കാലത്ത് നന്നായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരു നടനാണ് മുരളി. ആ മുരളിക്ക് തന്നെയാണ് അപ്പമേശ്വരിയുടെ ആ റോള് എടുക്കുവാനുള്ള സന്ദർഭം കിട്ടിയത്. അത് അദ്ദേഹം അതിവിദഗ്ധമായി തന്നെ പ്രയോജനപ്പെടുത്തുന്നതാണ് നമ്മൾ കണ്ടത്. എൻ ശശിധരൻ അതുപോലെ തന്നെ രാഷ്ട്രീയ ബോധമുള്ള ഒരു വലിയ എഴുത്തുകാരനാണ്. അദ്ദേഹം അധികം ഒന്നും എഴുതിയിട്ടില്ല എങ്കിലും ഇപ്പോഴും അദ്ദേഹം വായിക്കുന്ന കവിതകളുടെ ട്രാൻസ്ലേഷനിലൂടെ നമുക്ക് പകർന്നു തരുന്ന കവിതകളുടെയും കഥകളുടെയും വർത്തമാനങ്ങളുടെയും ഒരു വലിയ പശ്ചാത്തലം തന്നെ എൻ ശശിധരനെ കൊണ്ട്. ആ ശശിധരനാണ് ഈ രാഷ്ട്രീയ സിനിമയ്ക്കുള്ള കഥ ഉണ്ടാക്കി കൊടുത്തത്. അതിന് മുൻപ് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പ്രിയനന്ദനൻ നാടകരംഗത്തും എവിടെയെല്ലാം നാടകകലയുമായിട്ടും അഭിനയ സാധ്യതയുള്ള കലാരൂപങ്ങൾ എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ചെന്ന് അത് നേരിട്ട് കാണുകയും അതിൽ ഇടപെടുകയും ചെയ്തിരുന്ന ഒരു കലാകാരനാണ്. ഞാൻ അദ്ദേഹത്തെ കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ എന്ന സ്ഥലത്തെ രാമവല്യം കവിതത്തിലെ പെരുങ്കളിയാട്ടത്തിൽ കണ്ട ഓർമ്മയുണ്ട്. എത്രയോ വർഷം മുൻപാണ്, ഒരു 20 വർഷത്തിനെങ്കിലും മുൻപാണ് അവിടെ ആദ്യത്തെ പെരുങ്കളിയാട്ടം. ഇപ്പോൾ ഒരു പെരുങ്കളിയാട്ടം കഴിഞ്ഞു, അതിന് മുമ്പുള്ള പെരുങ്കളിയാട്ടം നടക്കുന്നത്. രാമവല്യം കടുവ എന്ന് പറയുന്നത് 2 പ്രധാന ഭഗവതിമാരുടെ തെയ്യം അവതരിപ്പിക്കുന്ന ഒരു ക്ഷേത്രമാണ്. എല്ലാ തെയ്യത്തിൻ്റെ പിന്നിലും തീർച്ചയായിട്ടും ഒരു നഷ്ടബോധത്തിൻ്റെയോ
അല്ലെങ്കിൽ ഒരു അവഗണിക്കപ്പെട്ട മനുഷ്യൻ്റെയോ അല്ലെങ്കിൽ അമർച്ച ചെയ്യപ്പെട്ട ഒരു മനുഷ്യൻ്റെയോ കഥയുണ്ട്. ആ തെയ്യം മഹോത്സവം, തെയ്യംകെട്ട് മഹോത്സവം മുഴുവൻ ഒരുപാട് രാത്രിയും പകലും അവിടെ നിന്ന് പ്രിയനന്ദൻ കണ്ടതിന് ഞാൻ സാക്ഷിയാണ്. അന്ന് അദ്ദേഹം സിനിമക്കാരനായിട്ടില്ല. അതൊക്കെ ആയിരിക്കാം അദ്ദേഹത്തെ ഈ സിനിമയിൽ, പ്രത്യേകിച്ച് പുലിജന്മം പോലൊരു സിനിമ എടുക്കുവാൻ അദ്ദേഹത്തിന് പാഠങ്ങളായിട്ടുണ്ടായത് അന്ന് രാമവല്യം കഴകം അടക്കമുള്ള ഉത്സവപ്പറമ്പുകളിൽ വെച്ച് അദ്ദേഹം കണ്ട തെയ്യങ്ങൾ ആയിരിക്കാം എന്ന് ഞാൻ കരുതുന്നു. മലയാളത്തിലെ രാഷ്ട്രീയ സിനിമകൾ നമ്മൾ അന്വേഷിച്ച് നോക്കുമ്പോൾ പി എ ബക്രാമ ഏറ്റവും മുമ്പിൽ വരുന്ന ഒരു വലിയ സംവിധായകൻ. അദ്ദേഹത്തിൻ്റെ കബിനിയതിൽ ചുവന്നപ്പോൾ എന്ന ചിത്രം അടക്കം എം സുകുമാരൻ്റെ ചില കഥകൾക്ക് അദ്ദേഹം നൽകിയ ചലച്ചിത്ര രൂപങ്ങൾ, ഇത് എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ മുന്നേറ്റങ്ങളെ മലയാളികളുടെ മനസ്സിലേക്ക് തൊടുത്തുവിട്ടത് ആയിരുന്നു. പിന്നീട് ഇങ്ങോട്ട് പല രാഷ്ട്രീയ സിനിമകൾ കണ്ടതിൽ നിന്നും ഏറെ വ്യത്യസ്തമായിരുന്നു നെയ്ത്തുകാരൻ അദ്ദേഹം ഉന്നയിച്ച രാഷ്ട്രീയം. അത് ഇന്നും പ്രസക്തമാണ്. എങ്ങനെയാണ് പുതിയ തലമുറ EMSൻ്റെ വിലാപയാത്ര മാറ്റി ക്രിക്കറ്റ് കളി കാണുവാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നത്, അതിൻ്റെ ഒരു അന്നത്തെ ആ അവതരണത്തിൻ്റെ ഒരു പ്രാധാന്യം വാസ്തവത്തിൽ ഇപ്പോഴും ഉണ്ട്. നമ്മുടെ പുതിയ തലമുറ കുറേ കൂടെ കൂടുതൽ രാഷ്ട്രീയം ഉൾക്കൊണ്ട ഒരു കാലമാണ്. അന്ന് നെയ്ത്തുകാരന് 25 വർഷം മുൻപ് എടുക്കുമ്പോൾ ഇതുപോലെ നമ്മുടെ സാമൂഹിക മാധ്യമങ്ങൾ ഇതുപോലെ വികസിച്ചിട്ടില്ല. പക്ഷെ അതിന് ശേഷം ഉണ്ടായ വികാസം വളരെ വലുതാണ്. ഒരുപാട് പുതിയ പുതിയ സിനിമകൾ കാണുവാനുള്ള സന്ദർഭം പുതിയ തലമുറയ്ക്ക് ഉണ്ടായി. അതിനുള്ള പ്രത്യേക പ്ലാറ്റ്ഫോമൊക്കെ ഉണ്ടായതുകൊണ്ട് തീർച്ചയായിട്ടും പുതിയ രാഷ്ട്രീയ സിനിമകൾ ലോകത്ത് എവിടെയും ഉണ്ടാകുന്ന രാഷ്ട്രീയ സിനിമകൾ ഉണ്ടായി. അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഫിലിം ഫെസ്റ്റിവൽ ധാരാളം ലോക സിനിമകൾ കാണുവാനുള്ള ഒരു സന്ദർഭം കേരളത്തിലെ പുതിയ തലമുറയ്ക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുമുണ്ട്. അതുകൊണ്ടൊക്കെ പഴയ ഒരു രാഷ്ട്രീയ അവബോധത്തിൽ നിന്നും പുതിയ, ഇപ്പോൾ CJPയുടെയൊക്കെ ഒരു സാന്നിധ്യം ഉള്ള ഇക്കാലത്ത് പുതിയൊരു രാഷ്ട്രീയ ബോധം പുതിയ തലമുറയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് ഈ സോഷ്യൽ മീഡിയയുടെ ബലത്തിൽ പറയാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് മുൻപാണ് വാസ്തവത്തിൽ ഈ സിനിമ ഇദ്ദേഹം എടുക്കുന്നത്, ശശിധരൻ ഈ കഥ എടുക്കുന്നത്. അതിലാണ് EMSൻ്റെ വിലാപയാത്ര കാണുവാൻ അപ്രവേശനയ്ക്ക് സന്ദർഭം ഉണ്ടാകുന്നതിന് മുൻപ് അത് TV-യിൽ നിന്നും മാറ്റി ക്രിക്കറ്റ് കളി ആ കുട്ടികൾ വയ്ക്കുന്നത് എന്നത് നമ്മൾ പ്രത്യേകം ഓർമ്മിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴിപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് മുമ്പ് യുക്തിവാദികളുടെ ഒരു സമ്മേളനത്തിലാണ് പറഞ്ഞത്. യുക്തിവാദികൾ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം, നിർമ്മാല്യം പോലെ ഒരു സിനിമ എടുക്കുവാൻ ഇപ്പോൾ സാധിക്കുമെന്നാണ് യുക്തിവാദികളോട് അയുക്തിവാദികൾ ചോദിക്കുന്ന ചോദ്യം. ഇന്ന് നിർമ്മാല്യം പോലെ ഒരു സിനിമ എടുക്കാൻ പറ്റുമോ? അപ്പോൾ അതിലെ കഥാപാത്രങ്ങളല്ല പ്രശ്നം. കഥാപാത്രങ്ങളെക്കാളും പ്രധാനം ആ കഥാപാത്രങ്ങളെ ആരാണ് അവതരിപ്പിച്ചത് എന്നാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് നോക്കുമ്പോൾ ഭഗവതിയുടെ മുഖത്തേക്ക് കാർക്കിച്ചു തുറക്കുന്ന ആളിൻ്റെ മതം ഏതാണ് എന്ന് പുതിയ കാലത്ത് ചില ആളുകൾ അന്വേഷിക്കുന്നുണ്ട്. അത് നോക്കുമ്പോൾ PJ ആൻ്റണി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പള്ളിയിൽ പോയിട്ടുണ്ടോ പള്ളിയിൽ പോയിട്ടില്ലേ എന്നുള്ളതല്ല വിഷയം. PJ ആൻ്റണി ഒരു ഭഗവതിയുടെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പുന്നതാണ് വിഷയം. അവിടെ ഇനി അതുപോലുള്ളൊരു സിനിമ കാണിക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം അവர்களுണ്ട്. ആ രീതിയിലുള്ള ചോദ്യം ചെയ്യലിൻ്റെ സിനിമ എത്ര പേർക്ക് ധൈര്യം ഉണ്ടാകും എന്ന് ചോദിക്കുമ്പോഴാണ് അങ്ങനെയൊന്നും അല്ല. മലയാളത്തിൽ തൻ്റെയുള്ള സംവിധായകർ ഇതേ പ്രശ്നങ്ങൾ വേറെ പല രീതിയിൽ, അഭിനവമായ പല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. അതിൽ പ്രധാനപ്പെട്ട ഒരു സിനിമയാണ് പ്രിയനന്ദൻ ചെയ്ത ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് എന്ന സിനിമ. തീർച്ചയായിട്ടും അതിലെ ആൾ ദൈവത്തെ കാണുമ്പോൾ നമുക്ക് ചില ആളുകളെ ഓർമ്മ വരിക തന്നെ ചെയ്യും. എന്തുകൊണ്ടാണ് ഇപ്പോൾ നിർമ്മാല്യം എടുത്ത ഒരു കാലത്തല്ല ഈ ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് എന്നുള്ള സിനിമ ഉണ്ടാകുന്നത്. അതെങ്ങനെ എടുക്കാനുള്ള ധൈര്യം ഉണ്ടായി? അപ്പോൾ ഒരാൾ എടുക്കാൻ തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും അത് എടുത്തിരിക്കും. അതിന് വേറെ പ്രശ്നമൊന്നുമില്ല. കുറേ ആളുകൾ തീർച്ചയായിട്ടും കാണണം. ചില വിമർശനങ്ങൾ നന്നായിട്ട് മലയാളത്തിലുണ്ടായിട്ടുണ്ട്. ചെറിയൊരു സിനിമ ഉണ്ട്, തട്ടും തുറക്കുന്ന സിനിമ. എന്തുമാത്രം ഗംഭീരമായ അന്ധവിശ്വാസ വിമർശനമാണ് അതിനകത്ത് നടത്തുന്നത്. ചെറിയ സിനിമയാണ്, പക്ഷേ എത്രയോ ആളുകൾ നിറഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ സിനിമയിൽ പൂർണ്ണ സമയവും അത് കാണുവാനുള്ള സന്ദർഭം കിട്ടിയില്ലെങ്കിൽ ലൈബ്രറികളുടെ മുറ്റത്ത് അല്ലാതെയുള്ള ആൾക്കൂട്ടങ്ങൾക്കിടയിലൊക്കെ കൊണ്ടുപോയി ഇതുപോലെ സ്ക്രീൻ വെച്ചിട്ട് ആ സിനിമ കാണിച്ചിട്ടുണ്ട്. എങ്ങനെയാണോ ജോൺ എബ്രഹാം അദ്ദേഹത്തിൻ്റെ സിനിമ കാണിക്കുവാനുള്ള ഒരു രീതി തിരഞ്ഞെടുത്തത്, അതുപോലെ തട്ടുപുറത്തപ്പൻ മലയാള പണ്ഡിതൻ, അങ്ങനെ ഒരുപാട് സിനിമകൾ സംഭാഷണങ്ങളിലൂടെ എന്താണ് അയുക്തി, എന്താണ് യുക്തി എന്നൊക്കെ സംസാരിക്കുന്ന പ്രഭുവിൻ്റെ മക്കൾ എന്നുള്ള സിനിമ. അതുപോലെ എത്രയോ സിനിമകൾ അതിന് ശേഷം വന്നിരിക്കുന്നു. മനോജ് ഖന്ന സംവിധാനം ചെയ്ത
ചായില്യം എന്ന സിനിമ. ചായില്യം എന്ന സിനിമ ഒരു പെൺ ദൈവത്തെ അവതരിപ്പിക്കുന്നതാണ്. ദേവക്കൂത്ത് എന്ന ഒരു പ്രത്യേക തെയ്യം, അത് സ്ത്രീയാണ് അവതരിപ്പിക്കേണ്ടത്. അങ്ങനെ ഒരു പെൺ തെയ്യം അവതരിപ്പിക്കുവാൻ പെണ്ണിനെ തയ്യാറാക്കിയെടുക്കുമ്പോൾ ആ തെയ്യമായിട്ട് വരേണ്ടുന്ന സ്ത്രീ തെയ്യം അവതരിപ്പിക്കാനുള്ള അർഹത നഷ്ടപ്പെടുന്ന രീതിയിൽ അവർക്ക് പീരീഡ്സ് ഉണ്ടായിരുന്നു. ഇതാണ് വിഷയം. പക്ഷേ അവിടുത്തെ ഭാരവാഹികൾ, ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളൊക്കെ പറഞ്ഞത് ഇതാരോടും പറയേണ്ട കാര്യമില്ല, ഈ തെയ്യമായിട്ട് കളിച്ചു പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത്. അവിടെ ഈ തെയ്യത്തിനെ ദേവകൂത്ത് നടത്തുവാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഈ കഥാപാത്രത്തെ അവരുടെ മകൻ വന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നതാണ് ആ ചിത്രം. അതായത് ഒരു തെയ്യം നടത്തുവാൻ അനുവദിക്കാതെ ആ തെയ്യമായി വേഷം കെട്ടുന്ന ആളിൻ്റെ പുത്രൻ അവരെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവരുന്നതാണ്. ഇതൊക്കെ കേരളം കണ്ടല്ലോ. അപ്പം അങ്ങനെയൊന്നുമല്ല, ഈ സിനിമ അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടുവാൻ തയ്യാറുള്ള, അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെതിരെ, വ്യവസ്ഥിതിക്കെതിരെ പോരാടുവാൻ തയ്യാറുള്ള ഒരു സിനിമാ സംവിധായകനുണ്ടെങ്കിൽ കേരളത്തിൽ അതിനൊരു സാധ്യതയുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പം തന്നെ നഗ്ന കവിതകൾ എന്നുള്ള പേരിലും നഗ്ന സ്വഭാവത്തിലും എത്രയോ പുതിയ പുതിയ ചെറിയ ചെറിയ കവിതകളാണ് വരുന്നത്. എന്തെല്ലാം ദൈവ വിമർശനങ്ങൾ, ചെറുത്താൻ വിമർശനങ്ങൾ, ജാതി വിമർശനങ്ങൾ, മതവിമർശനങ്ങൾ എല്ലാമാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ തീർച്ചയായിട്ടും അത് എഴുതുവാൻ തീരുമാനിക്കുന്ന ഒരു കവിക്ക്, അല്ലെങ്കിൽ അത് എടുക്കുവാൻ തീരുമാനിക്കുന്ന ഒരു സിനിമാക്കാരന് തീർച്ചയായിട്ടും ഇതെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതാണ് നമ്മൾ പ്രിയനന്ദൻ്റെ ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് എന്നുള്ള ചിത്രത്തിൽ കണ്ടത്. ഇതുപോലെയുള്ള നിരവധി ചിത്രങ്ങൾ, സൂഫി പറഞ്ഞ കഥ, അതുപോലെയുള്ള നിരവധി ചിത്രങ്ങൾ എൻ്റെ ഓർമ്മയിലുണ്ട്. ഞാനങ്ങനെ ദീർഘമായി സംസാരിക്കുന്നില്ല. ഒരു സിനിമാ നടിയെക്കുറിച്ചുള്ള ഒരു കവിത എഴുതി ഞാൻ അവസാനിപ്പിക്കാം. അതായിരിക്കും ഈ സദസ്സിന് ഏറ്റവും പറ്റിയത് എന്ന് എനിക്ക് തോന്നുന്നു. ഈ സിനിമാ നടി മലയാളത്തിലെ ആദ്യത്തെ സിനിമാ നടിയാണ്. ഇന്നത്തെ സിനിമാ നടിമാരുമായിട്ട് ഒരു തരത്തിലും താരതമ്യം ചെയ്യുവാൻ ഒരു സാധ്യതയും ഇല്ലാത്തൊരു സിനിമാ നടിയാണ്. ആ സിനിമാ നടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരഭിനയിക്കുന്നതിന് മുൻപ് അവരൊരു സിനിമയും കണ്ടിട്ടില്ല എന്നാണ്. മലയാളത്തിലെ ആദ്യത്തെ സിനിമയുടെ പേരാണ് വിഗതകുമാരൻ. ഈ വിഗതകുമാരൻ സിനിമയിൽ അഭിനയിക്കുവാൻ ഒരു സ്ത്രീ കഥാപാത്രം, സ്ത്രീയെ വേണം, ഒരു നടിയെ വേണം. അതിൻ്റെ ഡയറക്ടറും നിർമ്മാതാവുമായ JC ഡാനിയൽ പല സ്ഥലങ്ങളിലും ഒരു നടിയെ അന്വേഷിച്ചു. പക്ഷേ ഇത് കിട്ടിയില്ല. ബോംബെയിൽ നിന്നും പത്രങ്ങളിൽ പരസ്യം കൊടുത്ത് ഇവിടെ കൊണ്ടുവന്ന ലാന എന്ന പേരുള്ള നടി, അവർക്ക് ഈ റോൾ അഭിനയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോയി. അവർ പറഞ്ഞത്, ഞാൻ 2 റോളുകൾ മാത്രമേ അഭിനയിക്കുന്നുള്ളൂ, 2 കഥാപാത്രങ്ങളെ മാത്രമേ അവതരിപ്പിക്കുകയുള്ളൂ. ഒന്ന് ദേവത, അതുപോലെയുള്ള കഥാപാത്രങ്ങളെ മാത്രമേ ഞാൻ അവതരിപ്പിക്കുകയുള്ളൂ എന്ന് പറയും. നിങ്ങളുടെ സിനിമയിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അഭിനയിക്കുള്ളൂ എന്ന് പറയും. അങ്ങനെയുള്ള കഥാപാത്രം എൻ്റെ സിനിമയിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് JC ഡാനിയലിനെ അവരെ ഒഴിവാക്കേണ്ടി വരികയും ചെയ്തു. അങ്ങനെ നടിയെ കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ജോൺസൺ എന്നയാൾ ഒരു കർഷക തൊഴിലാളി പെൺകുട്ടിയെ കണ്ടുപിടിക്കുന്നത്. ഒരു കാക്കാരിശ്യ നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അവരുടെ പേര് രാജമ്മ എന്നാണ്. PK റോസി എന്നൊരു പേര് കൂടി അവർക്കുണ്ട്. അവരങ്ങനെ ആദ്യമായിട്ട് ഏതാണ്ട് 2-3 കിലോമീറ്റർ ദൂരമുള്ള, അവരുടെ ചെറ്റക്കുടിയിൽ നിന്നും 2-3 കിലോമീറ്റർ ദൂരമുള്ള JC ഡാനിയലിൻ്റെ ആ സ്റ്റുഡിയോയിലേക്ക് വരുന്നത്. തൈക്കാട്ട് നിന്ന്, തിരുവനന്തപുരത്തെ തൈക്കാട്ടിൽ നിന്നും പട്ടം വരെ നടന്ന് അവർ വരുന്നു. അവിടെ വെച്ച് ആദ്യമായിട്ടാണ് ക്യാമറയെ അവർ അഭിമുഖീകരിക്കുന്നത്. ആദ്യമായിട്ട് ഈ ക്യാമറ കാണുന്നു. JC ഡാനിയൽ പറഞ്ഞെല്ലാം അവർ അഭിനയിക്കുന്നു. ഈ സിനിമ വിഗതകുമാരൻ എന്നുള്ള ആദ്യത്തെ സിനിമ തിരുവനന്തപുരത്തെ തിയേറ്ററിൽ അവതരിപ്പിക്കുന്ന ക്യാപിറ്റോൾ എന്ന പേരുള്ള തിയേറ്ററിൽ അവതരിപ്പിച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അന്നത്തെ മനുവാദികൾ, ഇന്നത്തെ മനുവാദികളൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല, ഒരുപോലെ തന്നെയുള്ള രീതിയിലെ പരിഷ്കാരം ഉണ്ടായിട്ടേയില്ല. അവർ പറഞ്ഞു, ഈ തിയേറ്ററിൽ അങ്ങേ അറ്റത്ത് 2 സ്ത്രീകളിരിപ്പുണ്ട്, അവരെ ഇറക്കി വിട്ടതിന് ശേഷം മാത്രമേ ഈ സിനിമ ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കുള്ളൂ, ഞങ്ങളതിനെ സമ്മതിക്കുള്ളൂ എന്ന് ഉദ്ഘാടകനായിട്ട് വന്ന മള്ളൂർ ഗോവിന്ദപിള്ളയോട് പറഞ്ഞു. അദ്ദേഹം JC ഡാനിയലോട് പറഞ്ഞു, ആളുകൾ ഇങ്ങനെ എതിർക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ നടക്കുക, അതുകൊണ്ട് അവരെ പുറത്താക്കാമെന്ന് പറഞ്ഞു. അതിന് മനസ്സോടെ JC ഡാനിയൽ അവരെ പുറത്താക്കിയാണ്. ആ പുറത്താക്കിയത് ആ സിനിമയിലെ നായികയായിട്ട് അഭിനയിച്ച PK റോസിയാണ്. ഈ സിനിമ പൂർണ്ണമായിട്ട് അവതരിപ്പിക്കാൻ ഈ മനുവാദികൾ സമ്മതിച്ചില്ല. കുറേ സിനിമകളിൽ പോയ സമയത്ത് നായികയുടെ മുടിയിൽ നിന്നും ഒരു റോസാപ്പൂ എടുക്കുന്ന രംഗമുണ്ട്. ആ രംഗം കണ്ടതോടുകൂടി ആളുകൾ ഭയങ്കരമായിട്ട് അക്രമാസക്തരാകുകയും ആ തിയേറ്ററിലെ സ്ക്രീനെല്ലാം വലിച്ചു കളയുകയും എല്ലാം ചെയ്ത സിനിമ പൂർണ്ണമായിട്ട് അവതരിപ്പിക്കാൻ സാധിച്ചില്ല. 2 ദിവസങ്ങൾക്ക് ശേഷം PK റോസി എന്ന രാജമ്മ താമസിച്ചിരുന്ന തൈക്കാട്ടെ കുടിലിനെ അവർ തീ വയ്ക്കുകയാണ്. ഈ മനുവാദികൾ തീ വയ്ക്കുകയാണ്.
ഈ രാജമ്മ ജീവനും കൈയെടുത്തുകൊണ്ട് ഓടി, വളരെ ദൂരം ഓടി കരമന എന്ന സ്ഥലം വരെ ചെന്നിട്ട് ഒരു ലോറിക്ക് കൈ കാണിച്ച് നിർത്തി. ആ ലോറിയിൽ കയറിയവർ നാഗർകോവിൽ പോയി സിനിമയിൽ അഭിനയിച്ചു എന്ന തെറ്റ് ചെയ്ത കാര്യം ആരോടും പറയാതെ ജീവിച്ച് മരിക്കുകയും. ഇതാണ് പി കെ റോസിയുടെ കഥ. പി കെ റോസിയെക്കുറിച്ച് മലയാളത്തിൽ ആദ്യം ഉണ്ടായിരുന്ന സാഹിത്യ കൃതിയാണ് ഈ കവിത. ഈ കവിത വായിച്ചതിന് ശേഷമാണ് വിജയകാന്ത് നഷ്ടനായിക എന്ന സിനിമ എന്ന നോവൽ ഉണ്ടാകുന്നത്. അതിൽ ആ നോവലിൻ്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്. ഈ നോവൽ വായിച്ചതിന് ശേഷമാണ് കമൽ അദ്ദേഹത്തിൻ്റെ സെല്ലുലോയിഡ് എന്ന സിനിമയും എടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ നായികയെ അവതരിപ്പിക്കുന്ന ഒരു കവിതയാണ് എന്ന് പ്രിയനന്ദനോടുള്ള ബഹുമാനാർത്ഥം ഞാൻ അവതരിപ്പിക്കുന്നത്. നടിയുടെ രാത്രി എന്നാണ് ഈ കവിതയുടെ പേര്. അഭ്രത്തിലല്ല സ്വപ്നത്തിലല്ല ഓടുന്നു കട്ടിയിരുട്ടിൻ ഹൃദയത്തിലേക്കവൾ, എള്ളിനോടൊപ്പം കുരുത്ത പി കെ റോസി, മുള്ളിലും റോസാതലത്തിലും വീണവൾ. കന്നിച്ചലച്ചിത്രനായിക രാത്രിയിലെങ്ങും ഒരാശ്രയമില്ലാതെ പായവേ, രക്ഷിച്ചതില്ല യഹോവ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥർ, തൊണ്ടയിൽ അർബുദപ്പുറ്റുമായി മിണ്ടാതെ നിന്നു വിഗതകുമാരൻ്റെ ചിഹ്നമറിഞ്ഞ ചരിത്രമഹാമുനി. എന്തായിരിക്കാം സിനിമ പുതുമഴ ചെന്നവൾ സൂര്യമുറ്റത്ത്, മൂടിപ്പുതച്ചവ ക്യാമറ എന്നൊരാൾ, വാടിത്തളർന്നൊന്നു നിൽക്കുന്നു മറ്റൊരാൾ, കോടിയുടുത്തു ചിരിച്ചുകൊണ്ടങ്ങനെ വാവാവം പാടിയും കൊക്കര കൂട്ടിയും ഞാറിൻ്റെ കൗതുകം പോൽ വിഴിനീട്ടിയും പൂമരം പോലെ നിശബ്ദയായി നിന്നും കാണികളില്ലാത്ത നാടകമാണെന്ന് ഭാവന കൊണ്ട് വിത്തിട്ടു പിരിഞ്ഞവൾ, പാടം നിറഞ്ഞു കവിയും വിളവിനാണ് ഈ വിധയെന്നു നിനയ്ക്കാതെ റോസി. പിന്നെ ഇരുട്ടിൽ തിരശീലയിൽ കണ്ടു മിന്നി മറഞ്ഞു തുടിക്കുന്ന പെണ്ണിനെ, അരിയൊരുമ്പെട്ടവൾ നടിക്കുന്നവൾ, ആണിനോടൊപ്പം ഇറങ്ങി നടപ്പവൾ, കുപ്പപാടത്തിലൊടുങ്ങേണ്ടവൾ, തീണ്ടി നിൽക്കുന്നു മുന്നിൽ അഹങ്കാരരൂപിണി. ആദ്യ വെള്ളിത്തിരകീറി മേലാളന്റെ ധാർഷ്ട്യം വിധിച്ചു കൊടും പാപിയാണിവൾ, വേശ്യ മനുസ്മൃതി അട്ടിമറിക്കുന്ന ദൂഷ്യം കൊളുത്തിയോൾ കൊല്ലുകീയക്ഷിയേ. തമ്പുരാക്കന്മാരെറിഞ്ഞ തീക്കൊള്ളിയാൽ വെന്തു വീഴുന്നു കുമിൾക്കുടിൽ, ഉള്ളിലെ ഉപ്പു ചിരട്ട പഴന്തുണി ഇഷ്ടറിപ്പിറ്റേ നഴിച്ചറിവൾ ചാന്ത് കൺമഷി. രാത്രിയൊടുങ്ങി തമിഴകത്തിൽ പനയോലയും വെയിലും സിനിമ പിടിക്കുന്നൊരൂരിൽ, വേരില്ല പേരില്ല ഉടുമ്പുന്നു റോസി, ഭ്രാതാലയത്തിൻ്റെ നക്ഷത്ര സാക്ഷി. ഇങ്ങനെയാണ് മലയാള സിനിമയുടെ ആരംഭം. ഇത് നമ്മുടെ ആദരണീയരായ അമ്മയുടെ അധികാരിയായ സിനിമാ നടികളും മറ്റും ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ് വല്ലപ്പോഴും കൂടിയെങ്കിലും പി കെ റോസിൻ്റെ ഈ കഥ. തീർച്ചയായിട്ടും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പ്രിയനെ ഇനിയും കൂടുതൽ സന്ദർഭങ്ങൾ ഉണ്ടാകട്ടെ എന്നും വ്യത്യസ്തമായ വഴിയിലൂടെ, അത് ഇപ്പോൾ സഞ്ചരിക്കുന്ന ഏറ്റവും വ്യത്യസ്തമായ വഴിയിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിക്കുവാൻ ഇടവരട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. മലയാളത്തിൻ്റെ പ്രിയ കവി കൂരിപ്പുഴ ശ്രീകുമാർ സാറിന് പ്രത്യേകം നന്ദി. അതിനോടൊപ്പം തന്നെ അടുത്തതായിട്ട് ഒല്ലൂർ സാംസ്കാരിക കൂട്ടായ്മയുടെ സ്നേഹാദരവും പ്രിയങ്കരം നൽകലാണ്. അതിനായിട്ട് കുരിപ്പുഴ ശ്രീകുമാർ സാറിനെ അതിനുവേണ്ടി ക്ഷണിക്കുന്നു. അതിൻ്റെ സംഘാടകർ ഉള്ളവർ സ്റ്റേജിലേക്ക് വന്നാൽ നന്നായിരുന്നു. ചെയർമാൻ്റെ സാന്നിധ്യത്തിൽ അത് കൊടുക്കാം. നമ്മുടെ പോളേണ്ടനാണ്